കൊച്ചിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് നിർമ്മിക്കുന്ന പുതിയ ഗ്രീൻഫീൽഡ് ഹൈവേ ഇനിയും വൈകുമെന്ന് സൂചന. 151 കിലോമീറ്റർ കൊണ്ട് കൊച്ചിയിൽ നിന്ന് തമിഴ്നാട്ടിലെ തേനി വരെ 6 വരി ഗതാഗതം സാധ്യമാക്കുന്ന പദ്ധതി കൊച്ചി തൂത്തുക്കുടി തുറമുഖങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. കൊച്ചി തുറമുഖത്തു നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള ചരക്ക് നീക്കത്തിനും ദീർഘദൂര യാത്രക്കാർക്കും ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് ഗ്രീൻഫീൽഡ് ഹൈവേ. ജനവാസ മേഖലകളും ടൗണുകളും പരമാവധി ഒഴിവാക്കിയാണ് നിർമ്മാണം. കൊച്ചിയിൽ നിന്ന് തേനിയിലേക്കുള്ള ദൂരം നിലവിലുള്ളതിനേക്കാൾ 90 കിലോമീറ്ററോളം കുറയും. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിൽ നിന്ന് ഗ്രീൻഫീൽഡ് ഹൈവേയെ ഒഴിവാക്കിയതായാണ് സൂചന. കൊച്ചി തൂത്തുക്കുടി ഗ്രീൻഫീൽഡ് ഹൈവേ DPR സഹിതം പൂർത്തീകരിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് ഈ പുതിയ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ അത് തൽക്കാലം മാറ്റിവെക്കുന്നതിന് തീരുമാനിച്ചു എന്നാണ് അറിയുന്നത്. തീർച്ചയായിട്ടും ഇടുക്കിയുടെ സമഗ്ര വികസനത്തിൻ്റെ ഭാഗമായി മാറേണ്ടുന്ന വലിയൊരു പ്രൊജക്റ്റാണ്. അത് സംബന്ധിച്ച് ഇടുക്കിയിലെ രാഷ്ട്രീയ പാർട്ടികളും ബഹുജന സംഘടനകളും വേണ്ടത്ര സമ്മർദ്ദങ്ങളുമായി രംഗത്ത് വരേണ്ടതുണ്ട്. ഗ്രീൻഫീൽഡ് ഹൈവേ യാഥാർത്ഥ്യമായാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ മൂന്നാർ, കൊടൈക്കനാൽ എന്നിവിടങ്ങളിലേക്കുള്ള ദൂരം പകുതിയായി കുറയും. 3000 കോടിയോളം രൂപയാണ് പദ്ധതിക്ക് ചെലവ് കണക്കാക്കിയിരിക്കുന്നത്. ഇതിനായി പ്രാഥമിക റിപ്പോർട്ടും തയ്യാറാക്കിയിരുന്നു. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.